പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് മങ്ങാട് 3-4 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജനങ്ങൾ സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ചങ്ങനാശ്ശേരി തൃക്കൊടുത്താൻ സക്രിയയ്ക്ക് കോവിഡ് ആണെന്ന് സ്ഥിരീകരിച്ചു. ഹലോ റിയാസ്ക, ആ ഏട്ട ഇവിടെ ഉണ്ട്, കൊടുക്കാം. സജിയേട്ടാ, ദാ റിയാസ്ക വിളിക്കുന്നുണ്ട്. റിയാസേ, എടാ സജി, നീ പെട്ടെന്നൊന്ന് ഉണ്ണിയുടെ വീട്ടിലേക്ക് വന്നേ. നീ കാര്യം പറയേ. എടാ, പതിവ് പോലെ ഉണ്ണിയുടെ വീട്ടിലേക്ക് കുറച്ച് പാലും പച്ചക്കറിയൊക്കെയായിട്ട് വന്നതാ ഞാൻ. പക്ഷേ ഇന്നലെ ഞാൻ വെച്ച പൊതി അവിടെ തന്നെ ഇരിക്കണുണ്ട്. അപ്പോൾ എനിക്കെന്തോ പന്തിക്കേട് തോന്നി. ഞാൻ പുറകിലെ വാതിൽ തട്ടി വിളിച്ചു. ഒരനക്കവും കേൾക്കാതായപ്പോൾ ഉണ്ണിയുടെ മുറിയുടെ ജനലിലൂടെ നോക്കിയപ്പോഴാണ് ഞാനത് കണ്ടത്. നീ ദേവനെ അനൂപിനെ ഒന്ന് വിളിക്ക്. അടുത്ത വീട്ടിലൊക്കെ ഒന്ന് അറിയിക്ക്. എന്തേട്ടാ? ഞാനിപ്പോ വരാടാ. എന്തു പറ്റി? എല്ലാം അവസാനിച്ചു. എന്ത് അവസാനിക്കേ? എന്തവസാനിച്ചു? ഹലോ, ആ എന്താ റിയാസേ? നീ ദേവനെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഉണ്ണിയുടെ വീട്ടിലേക്ക് വാ. പിന്നെ വരുമ്പോഴേ നീ നിന്റെ ടൂൾസും കൊണ്ട് പോരെ. എന്തിനാ ടൂൾസ് എടുത്ത് വരണേ? നീ ഒന്ന് വേഗം വന്നേ, വന്നിട്ട് പറയാം നമുക്ക് ബാക്കി. ആ ആ ശരി ശരി, ഓക്കെ. ചേട്ടാ, അവിടെ ഉണ്ണിയുടെ വീട്ടിലേക്കൊന്ന് വരുമോ? എന്തൊരു സമയം അറിയോ? കൊറോണയാ കൊറോണ. പിന്നെ ആ വീട്ടിൽ ആര് ചത്താലും പറ്റാലും ആ വർത്താനം പറഞ്ഞു ഒരാളും ഈ വഴിക്ക് വരണ്ട, കേട്ടില്ലേ? പോയെ പോയെ. ഓ, ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കേട്ടാ. എടി നിമ്മി, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കാത്തത്. അതല്ല ഏട്ടാ, ഏട്ടനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? എനിക്ക് എന്ത് സംഭവിക്കാനാ? നമ്മുടെ മോളെ ഓർത്തെങ്കിലും പോവല്ലേ ഏട്ടാ? പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാ നമ്മുടെ വീടിന്റെ പടി ഞാൻ ചവിട്ടില്ല. കൊറോണ ആയതുകൊണ്ടാ ഏട്ടാ. സജിയേട്ടാ, ഹലോ സാർ. ആളുടെ റിസൾട്ട് വരാൻ 2 ദിവസം കൊണ്ട് പിടിക്കുമല്ലോ. എന്താ ശരിക്കും സംഭവിച്ചേ? പോലീസിനെ അറിയിച്ചോ? ഓക്കെ, ഞാനൊരു ആംബുലൻസും വേണ്ട സാധനവുമായി പെട്ടെന്നെത്താം. ശ്രദ്ധിച്ചു വേണം ബോഡി എടുക്കാൻ. PP കിറ്റ് ഡോർ മാത്രം ബോഡി പിടിച്ചാൽ മതി. സർ, ബോഡി ആദ്യം കണ്ടത് സുഹൃത്തുക്കളാണ്. എന്നാ ബോഡി ഇടാം.
കൊറോണ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ബോഡി പോസ്റ്റ്മോർട്ടം എടുക്കുള്ളൂ. അതുവരെ നിങ്ങൾ 4 പേരും ക്വാറന്റൈനിൽ പോകേണ്ടി വരും. അതുപോലെ തന്നെ PP കിറ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യണം. 2 പേര് ഇപ്പോൾ ബോഡിയുടെ കൂടെ വരണം. ഓക്കെ? സാറ് പറഞ്ഞു കേട്ടില്ലേ, റിസൾട്ട് വരുന്നവരെ നമുക്ക് എൻ്റെ വീട്ടിൽ ക്വാറന്റൈനിലിരിക്കാം. ഞാൻ വീട്ടിൽ പോയി നിമ്മി മോളെ കണ്ട് കാര്യം പറഞ്ഞിട്ട് വരാം. പിന്നെ നീ വീട്ടിൽ പോകണ്ടാട്ടോ, പുറത്തുനിന്ന് കാര്യം പറഞ്ഞാൽ മതി. ഉണ്ണി, ഡാ സജി, നീ ഒന്ന് വീട് വരെ ഒന്ന് പോടാ. അമ്മേനെ വിളിച്ച് കിട്ടുന്നില്ലടാ. ഇന്നലെ രാത്രി മുതൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എടാ ഉണ്ണി, അമ്മ പോയടാ. പൂവേ, രാവിലെ സാധനം കൊണ്ടുപോയ റിയാസാണ് കണ്ടു. നമ്മുടെ അമ്മ ഹലോ മോനെ. അമ്മ, അമ്മോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ കുറച്ച് നാൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ. മോനെ അമ്മ ഇനി ഒന്നും പറയണ്ട. ഇത്രയല്ല അമ്മ പറഞ്ഞ ഞാൻ കേട്ടില്ലേ. ഇനി ഞാൻ പറയണ അമ്മ ഒന്ന് കേക്ക്. മോനെ, ഞങ്ങളുടെ ജോലി. ഓ, എന്തു ജോലി അമ്മ? അമ്മ ഒരു ഡോക്ടറും നേഴ്സും അല്ലല്ലോ, ഒരു ആശാ വർക്കറല്ലേ. നമ്മുടെ വീട്ടിൽ എന്തിന്റെ കുറവുണ്ടായിട്ടാ നമ്മുടെ ഒരു ജോലി? അമ്മ പറഞ്ഞ പോലെ ഇനി എങ്ങാനും നമ്മുടെ റിസൾട്ട് പോസിറ്റീവ് ആയാ. ഹലോ 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 മോനെ ഉണ്ണി, നീ കൂടി ഇങ്ങനെ പറഞ്ഞപ്പോഴാ അമ്മ ശരിക്കും തനിച്ചായത്. അച്ഛൻ മരിച്ചതിൽ പിന്നെ ഈ ഒരു ജോലിക്ക് പോയിട്ട് തന്നെ അമ്മ നിന്നെ വളർത്തിയത്. അച്ഛൻ സമ്പാദിച്ച വീടും സ്ഥലവും മാത്രമേ സ്വന്തമായിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാം നിനക്ക് അറിയുന്നതല്ലേ. നീ പറഞ്ഞത് ശരിയാ, ഡോക്ടർ നേഴ്സൊന്നുമല്ല. പക്ഷെ ഈ ചെയ്യുന്ന ജോലിയിൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഓരോ വീട്ടിലെയും പ്രശ്നങ്ങൾ അടുത്തറിയാനും അവർക്ക് വേണ്ടി എന്നാൽ കഴിയുന്നത് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. ഇത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിട്ട് സ്വന്തം വീടുകളിലെ കാര്യങ്ങൾ മാറ്റിവെച്ച് ഞങ്ങളെപ്പോലുള്ളവർ സെൻസസ് എന്നും കുത്തിവെപ്പെന്നെല്ലാം പറഞ്ഞ് ഓരോ വീട്ടിലേക്ക് ചെല്ലുന്നത് ചെയ്യുന്ന ജോലിയുടെ കൂലിക്ക് വേണ്ടി മാത്രമൊന്നല്ല. ഓരോ കൊച്ചുമക്കളെ പ്രായമായവരും കാണുമ്പോൾ ഈ കോവിഡ് പേടിച്ച് വീട്ടിലിരിക്കാൻ തോന്നിയില്ല മോനെ. കുഞ്ഞുമക്കളുടെ നഴ്സുമാരും ഡോക്ടർമാരും എല്ലാം കോവിഡ് വാർഡിലും മെഡിക്കൽ ക്യാമ്പിലും രാപ്പകലില്ലാതെ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ രോഗികളെ കാണുമ്പോൾ ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ കഴിയുന്നത് ചെയ്യണമെന്ന് മാത്രം കരുതിയുള്ളൂ. പക്ഷെ അതെല്ലാം തെറ്റായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നണം. എല്ലാവർക്കും വേണ്ടി ഓടി നടന്നിട്ടിപ്പോൾ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി. നീ വീട്ടിൽ നിന്ന് പോയത് മുതൽ അമ്മ തനിച്ചായി പോയി മോനെ. ഇപ്പൊ നിന്റെ വാക്കുകൾ കൊണ്ടു അമ്മ ഈ അവസ്ഥയിലായപ്പോ വീട്ടുകാരും ഇല്ല നാട്ടുകാരും ഇല്ല. ആകെ ഒരു കൈസഹായത്തിന് വരുന്ന എന്റെ കൂട്ടുകാരെ കൂടി വരുത്താണ്ടാക്കിക്കോ. അമ്മ കാരണം എത്ര പേര് കിട്ടിണ്ടാവും നമ്മ ചിന്തിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സംഭവിച്ച് എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ പറ്റുന്ന അവസ്ഥയല്ല ഇപ്പോ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അതല്ലെങ്കിൽ അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യും.
കരയണ്ട, അച്ഛനിപ്പോ വരൂട്ടോ. ചേച്ചി, നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ അമ്മയ്ക്ക് പോസിറ്റീവ് ആണെന്ന്. പിന്നെ സജിയേട്ടൻ എടാ, ആ ബോഡി നമ്മുടെ മങ്ങാടുള്ള സജിയുടെയാണ്. നായ വട്ടം ചാടിയിട്ടാണ് പോയിട്ടുള്ളത്. വണ്ടി അടക്കം പോയിട്ടുള്ളതെന്ന് തോന്നണം. ഇനി അതാരും ഷെയർ ചെയ്യാൻ നിൽക്കണ്ട.